രക്തസാക്ഷികളുടെ പാത പിന്തുടരും എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിരിക്കുകയാണ് അയത്തുള്ള അലി ഖമീനിയുടെ മകൻ മുജ്തബ ഖമീനി. അതായത് ഇനി യുദ്ധം തുടരും എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുദ്ധം അവസാനിക്കുന്നില്ല. ഈ വാക്കുകൾ പറയുമ്പോൾ പശ്ചിമേഷ്യ പോലും വിറയ്ക്കുകയാണ്. മാത്രമല്ല, രക്തസാക്ഷികളുടെ പാത പിന്തുടരും എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ആ വാക്കിന്റെ ഒരു കാഠിന്യം എന്നും കൂടി അറിയേണ്ടതുണ്ട്. അതായത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഉറക്കം കെടുത്തുന്ന മുജ്തബ ഖമീനിയുടെ ആ പോസ്റ്റുകൾ കത്തിക്കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് വലിയൊരു പ്രതീക്ഷയും വലിയൊരു വെല്ലുവിളിയും ഉണ്ടായിരിക്കുകയാണ്. അതായത് മുജ്തബ ഖമീനി മരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിക്കേറ്റു, നഷ്ടപ്പെട്ടു, കാണാനില്ല എന്നൊക്കെ പറയുന്ന അതേ അമേരിക്കൻ ഭരണകൂടത്തെ അല്ലെങ്കിൽ അമേരിക്കയുടെ ട്രംപിനെ വിറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുജ്തബ ഖമീനി ഈ ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നും വലിയ വെല്ലുവിളികളും നിശ്ചയദാർഢ്യത്തോടുള്ള നിലപാടുകളൊക്കെയാണ്. ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങളെ. ഇപ്പോൾ പറയുന്നു രക്തസാക്ഷികളുടെ പാത പിന്തുടരും. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കേവലം അതൊരു വാക്കോ ഒരു പോസ്റ്റോ അല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഒരു അത്യുന്നതമായ ഒരു നിലപാടും അതുപോലെ തന്നെയുള്ള ഒരു വെല്ലുവിളിയും ആണ്. ഇതാണ് ഇപ്പോൾ അമേരിക്കയെ ഭീഷണിപ്പെടുത്തുന്നത്. ഇനി പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ഉയർന്നു വരുന്ന മുജ്തബ ഖമീനിയുടെ പ്രസ്താവനകൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുകയാണ്. അവരും ഭയപ്പെടുന്നുണ്ട്. ഇനി എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള പരമ്പരാ പോസ്റ്റുകൾ ഇറാന്റെ ഭാവി രാഷ്ട്രീയ സൈനിക നിലപാടിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകളായിട്ട് വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ച് രക്തസാക്ഷികളുടെ പാത പിന്തുടരുമെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഇറാന്റെ നിലവിലെ നയങ്ങളിൽ മാറ്റമില്ല, മറിച്ച് തുടർച്ചയാണെന്ന സന്ദേശം ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ഇത്തരം നിലപാടുകളോടെ ഇറാൻ മുന്നോട്ട് വരുമ്പോൾ അമേരിക്കയും ഇസ്രയേലും അടക്കം വല്ലാണ്ട് ഭയക്കുകയാണ്. ലോകരാജ്യങ്ങളും ഭയക്കുന്നുണ്ട്. ഇനി അതുമാത്രമല്ല, പശ്ചിമേഷ്യ ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലുമാകുന്നുണ്ട്. എന്തായാലും മുജ്തബ ഖമീനി തന്റെ പ്രസ്താവനകളിൽ അമേരിക്കയും ഇസ്രയേലിനെയും ഇസ്ലാമിക ലോകത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ പരമ്പരാഗത വിദേശ നയ ഇടപാടുകളെ തുടർന്നുകൊണ്ടുള്ളതാണിത്. ഇമാം ഖമേനിയും അലി ഖമേനിയും രൂപപ്പെടുത്തിയ ആശയധാരയിൽ നിന്നുള്ള ഈ രാഷ്ട്രീയ ചിന്താഗതിയിൽ പ്രതിരോധം എന്ന ആശയം ഒരു തന്ത്രം മാത്രമല്ല, മറിച്ച് അതിന്റെ ഐഡന്റിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇസ്രയേലിൽ അമേരിക്ക സഖ്യത്തിനെതിരെ നിലപാട് ശക്തിപ്പെടുത്തുമെന്ന് മുജ്തബ പ്രഖ്യാപിച്ചതിലൂടെ ഇറാൻ തന്റെ പ്രാദേശിക സ്വാധീനം നിലനിർത്താനും ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നു എന്നത് വ്യക്തമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുദ്ധം ഇനി അവസാനിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ രക്തസാക്ഷികളുടെ പാത പിന്തുടരും, അതിന് പകരം ചോദിക്കും എന്ന് അന്നേ പറഞ്ഞതാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങളിലേക്ക് ഇറാന്റെ നിലപാടുകൾ മാറുകയാണ്. ഇനി ഇറാന്റെ സൈനിക രാഷ്ട്രീയ സംഘടനയിൽ IRGC വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണ്. ഈ ഒരു സ്ഥാപനത്തിലൂടെ ഇറാൻ തന്റെ ആഭ്യന്തര സുരക്ഷയും പുറത്തേക്കുള്ള സൈനിക സ്വാധീനവും ഉറപ്പാക്കുന്നുണ്ട്. ഇനി മുജ്തബ ഖമീനി തന്റെ പ്രസ്താവനയിൽ IRGC നേതാക്കളും ഹിസ്ബുള്ള പോലുള്ള സഖ്യ സംഘടനകളെയും അല്ലെങ്കിൽ അവരുടെ ത്യാഗങ്ങളെയും പ്രശംസിച്ചതിലൂടെ ഈ ഒരു സഖ്യ വ്യവസ്ഥകൾ ഇറാന്റെ ഭാവി തന്ത്രങ്ങളിൽ കേന്ദ്രസ്ഥാനത്ത് തുടരുമെന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. ഹൂത്തികൾ, ഹിസ്ബുള്ള, റഷ്യ, ഈ പറയുന്നത് പോലെ തന്നെ ഉത്തര കൊറിയ എല്ലാം രംഗത്ത് വരികയാണ് ഇറാനൊപ്പം. ഇതിൽ ഏറ്റവും കൂടുതൽ രംഗത്ത് വന്നതും ഈ പറയുന്നത് പോലെ ആക്രമണം തൊടുത്തുവിട്ടതും ഹിസ്ബുള്ളയാണ്. ഹിസ്ബുള്ളയുമായിട്ടുള്ള ഇറാന്റെ ബന്ധം ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ശ്രദ്ധേയമാവുകയാണ്. ലെബനാനിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സായുധ രാഷ്ട്രീയ സംഘടന ഇറാന്റെ പ്രാദേശിക സ്വാധീനത്തിന്റെ പ്രധാന ഉപാധികളിൽ ഒന്നാണ്. ഹിസ്ബുള്ള നേതാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും അവരുടെ പോരാട്ടങ്ങളെ ന്യായമായിട്ടുള്ള പ്രതിരോധം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത മുജ്തബയുടെ നിലപാട് ഇറാന്റെ ഈ ഒരു കൂട്ടുകെട്ടിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിലൂടെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ ഇറാൻ കൂടുതൽ സജീവമായിട്ടുള്ള ഇടപെടൽ തുടരാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ഖാസിം സുലൈമാനിയുടെ പാരമ്പര്യത്തെ ഉയർത്തിക്കാട്ടിയതും ശ്രദ്ധേയമാണ്. അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട IRGCയുടെ മുൻ കമാൻഡറായിട്ടുള്ള സുലൈമാനി ഇറാനിൽ ഒരു ദേശീയ പ്രതീകമായിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ത്യാഗം പ്രതിരോധത്തിന്റെ ശരിയായ പാതയുടെ തെളിവാണ് എന്നാണ് മുജ്തബ ഖമീനി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. സൈനിക നടപടികൾക്ക് ജനപിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമമായിട്ടും ഇത് കാണാമെന്നും പറയുകയാണ്.
എന്തായാലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ആഭ്യന്തര ഐക്യവും ദേശീയ ഭാവവുമായിട്ട് വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു നിലപാടുകൾ അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കകൾക്കും വഴിവെക്കുന്നുണ്ട്. ഇറാൻ തുറന്ന നിലപാടോടെ അമേരിക്കയും ഇസ്രയേലിനെയും നേരിടുമെന്ന് പ്രഖ്യാപിക്കുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കാൻ ഇടയാകും എന്നതിൽ സംശയമില്ല. ഇതിനോടകം തന്നെ പല രാജ്യങ്ങളും പങ്കാളികളായിട്ടുള്ള ഈ ഒരു സംഘർഷം കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രതിസന്ധിയായിട്ട് മാറാൻ സാധ്യതയുമുണ്ട്. ഇനി എണ്ണ വിപണി നോക്കിയാൽ, അല്ലെങ്കിൽ അവിടെ മുതൽ തന്നെ ആഗോള വ്യാപാരം വളരെ പല മേഖലകളിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അവസാനമായിട്ട് മുജ്തബ കമീനിയുടെ പ്രസ്താവനകൾ ഒരു വ്യക്തിഗത രാഷ്ട്രീയ അഭിപ്രായം മാത്രമല്ല, ഇറാന്റെ ഭാവി തന്ത്രങ്ങളുടെ സൂചനയായിട്ട് കാണേണ്ടതുണ്ട്. പ്രതിരോധം എന്ന ആശയത്തെ കേന്ദ്രമാക്കി മുന്നോട്ടു പോകുന്ന ഇറാൻ മിഡിൽ ഈസ്റ്റിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ നിർണായക പങ്ക് തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു നിലപാട് സമാധാനത്തിനേക്കാൾ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നയിക്കുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരുന്നു. എന്നാൽ ഈ ഒരു നയത്തോട് പിന്മാറിക്കൊണ്ട് ഈ പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിൽക്കുന്നു. അപ്പോൾ ഇവര് ഒരു യുദ്ധം നടത്തുന്നതിൽ ഒരു ഭിന്നത പോലെ എന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രസ്താവനകളും അവരുടെ വാക്കുകളും നിലപാടുകളൊക്കെ വളരെ വ്യത്യസ്തമാണ്. യുദ്ധത്തിൽ ഞങ്ങൾ പിന്മാറുന്നില്ല, സമാധാന ചർച്ചയ്ക്ക് ഒക്കെ ഞങ്ങൾ സംസാരിക്കാം എന്ന് പറയുമ്പോഴും അവിടെ ആ ഒരു സമാധാന ചർച്ച എത്രത്തോളമാണെന്ന് വിശ്വസിക്കുന്നില്ല. ട്രംപിനെ തീരെ വിശ്വസിക്കാത്ത നിലപാടാണ് ഇറാന്റേത്. അതുകൊണ്ട് തന്നെ ഇറാൻ കടുത്ത നീക്കങ്ങളും കടുത്ത നിലപാടും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ പ്രതിസന്ധിയിലാകുന്നത് ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്കൻ ജനങ്ങളാണ്. അതുപോലെ പശ്ചിമേഷ്യ മൊത്തത്തിൽ ആകെ പ്രതിസന്ധിയിലുമാകുന്നുണ്ട്. ഇതെല്ലാമാണ് ഇറാന്റെ നിലപാട്. അതുപോലെ തന്നെ ഇറാന്റെ നിലപാട് നോക്കുമ്പോൾ ഒരു പ്രതിരോധ പോരാട്ടമായിട്ടാണ് അവിടുത്തെ നേതൃത്വവും ജനങ്ങളും ഇതിനെ കാണുന്നത്. രാജ്യത്തിന്റെ സ്വാഭിമാനവും സ്വയം ഭരണാവകാശവും സംരക്ഷിക്കാൻ നടത്തുന്ന ഒരു പ്രതികരണങ്ങളെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതൃത്വത്തെ പറ്റി പ്രസംഗത്തിൽ പരാമർശം നടത്തുന്നുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ സംഘടനയും ശക്തികളെയും കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളെ ഒഴിവാക്കാനുള്ള ശ്രമമായിട്ടാണ് ചിലർ ഇതിനെ കാണുന്നത്. അമേരിക്ക നടത്തുന്നതും അതാണ്. ഏതായാലും ചരിത്രം തെളിയിക്കുന്നത് അമേരിക്ക ഉൾപ്പെട്ട പല യുദ്ധങ്ങളും വേഗത്തിൽ അവസാനിക്കുമെന്ന വാഗ്ദാനത്തോടെ തുടങ്ങിയെങ്കിലും അവ പലപ്പോഴും ദീർഘകാല സംഘർഷങ്ങളിലായി മാറുകയാണ്. വിയറ്റ്നാം യുദ്ധം, ഇറാഖ് യുദ്ധം എന്നിവ അതിന്റെ ഒരു പ്രധാന ഉദാഹരണങ്ങളാണ്. ഇനി പശ്ചാത്തലത്തിൽ ഒരു 32 ദിവസത്തെ താരതമ്യം ഉയർത്തിക്കാട്ടുന്നത് യുദ്ധത്തിന്റെ യഥാർത്ഥ സംഭവത്തെ മറച്ചു വെക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഈ ഒരു ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ഈ പറയുന്ന പശ്ചിമേഷ്യ, മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യം വളരെ സങ്കീർണമാണ്. ഇറാനെതിരായിട്ടുള്ള നീക്കങ്ങൾ ഒരു രാജ്യത്തെ മാത്രമല്ല ബാധിക്കുന്നത്, മറിച്ച് ആഗോള ശക്തി സന്തുലിതാവസ്ഥയെ തന്നെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. എണ്ണ വിപണി, അന്താരാഷ്ട്ര വ്യാപാരം, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ഇറാന്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു രാജ്യത്തെ പൂർണ്ണമായിട്ടും ദുർബലമാക്കിയെന്ന് പ്രഖ്യാപിക്കുന്നത് യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിട്ട് മാത്രം കാണപ്പെടുകയാണ്. എന്തായാലും അവസാനമായിട്ട് ട്രംപിന്റെ പ്രസംഗം, അല്ലെങ്കിൽ ട്രംപ് പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്തരം നിലപാട് ഈ ഇറാൻ നടത്തുമ്പോൾ ട്രംപിന്റെ ചില പ്രസംഗങ്ങളും ഈ പറയുന്ന വായ്ത്താളങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ യുദ്ധത്തെ ന്യായീകരിക്കാനുള്ള ഒരു ഏകപക്ഷീയമായിട്ടുള്ള സമീപനമായിട്ടാണ് ഈ ട്രംപിന്റെ നിലപാട് എപ്പോഴും നടക്കാറുള്ളത്. ഇറാന്റെ നിലപാട് എന്ന് പറയുന്നത് കൂടുതൽ വ്യാപകമായിട്ടുള്ള പ്രാദേശിക യാഥാർത്ഥ്യങ്ങളെയും സ്വയം രക്ഷയുടെ അവകാശത്തെയും പ്രതിനിധീകരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ അവരുടെ രക്തസാക്ഷികളുടെ പാത പിന്തുടരും. ഇത്തരം കാര്യങ്ങളാണ് ഇറാന്റെ പക്കൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ, അല്ലെങ്കിൽ നിലപാട്, പ്രസ്താവന എന്നൊക്കെ പറയാം. എന്തായാലും യുദ്ധം എത്രത്തോളം നീളും, അതിന്റെ അന്ത്യം എങ്ങനെയായിരിക്കും എന്നത് ഇപ്പോഴും ഒരു അനിശ്ചിതത്വമാണ്. എന്നാൽ ഒരു കാര്യത്തിൽ സംശയമില്ല, ഇത് വെറും ഒരു 32 ദിവസത്തെ കഥയല്ല, മറിച്ച് ലോക രാഷ്ട്രീയത്തെ തന്നെ നിർവചിക്കാൻ ശേഷിയുള്ള ഒരു വലിയ സംഭവ വികാസമാണ്. ഇറാന്റെ കരുത്ത് ലോകത്തിന് മുന്നിൽ വലുതായി കാണിക്കുക, അല്ലെങ്കിൽ ഇറാന്റെ നയങ്ങൾ എന്താണ്, നിലപാടുകൾ എന്താണ്, അവർ എത്രത്തോളം വളർന്നിരിക്കുന്നു എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ 32 ദിവസം പിന്നിടുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം അമേരിക്ക പറഞ്ഞത് 4 ആഴ്ച വരെ പോകുന്നതിന് മുമ്പ് യുദ്ധം അവസാനിക്കുമെന്നാണ്. പക്ഷെ അമേരിക്കയ്ക്ക് ഇറാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പൊള്ളയായിട്ടുള്ള വാദങ്ങളൊക്കെ പറഞ്ഞ് യുദ്ധം അവസാനിപ്പിച്ചുവെങ്കിലും ഇറാന്റെ നിലപാടുകൾ വരുന്നത് എപ്പോഴും ലോകത്തിന് വലിയൊരു ആശങ്കയായാണ്. ഓരോ തവണ
ആക്രമണം നടത്തുന്ന പ്രസ്താവനയ്ക്കും അല്ലെങ്കിൽ ആ പ്രസ്താവനകൾ നടത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഈ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലുമുണ്ട്, ലോകത്തിനുമുണ്ട്. കാരണം ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കറിയാം എത്രത്തോളം അതിന്റെ ഭവിഷ്യത്ത് ഉണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷെ നിലവിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഇല്ല എങ്കിൽ തന്നെയും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് യുദ്ധം നിർത്തുന്നത് ഇറാനായിരിക്കും. ആ യുദ്ധം എപ്പോൾ നിർത്തും എന്നുള്ളതാണ് ലോകം മൊത്തം ഉറ്റുനോക്കുന്നത്.